ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കുമെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ഭരണകൂടത്തിന്റെ അഴിമതികൾക്കും അനീതികൾക്കുമെതിരെ അദ്ദേഹം യാതൊരു മടിയും കൂടാതെ ശബ്ദമുയർത്തി. അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്ര വഴി ജനങ്ങളിലേക്ക് ഭരണകൂടത്തിന്റെ ന്യൂനതകൾ എത്തിക്കാനായി. ഭരണപക്ഷത്തിന്റെ ശക്തനായ എതിരാളിയാണ് രാഹുൽ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇതാ 2018 തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ രാഹുൽ അമിത്ഷാക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധി നാളെ ഉത്തർപ്രദേശിലെ കോടതിയിൽ ഹാജരാകും. സത്യസന്ധവും സംശുദ്ധവുമായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതായി ബി.ജെ.പി അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊലപാതക കേസിൽ പ്രതിയായ ഒരു പാർട്ടി അധ്യക്ഷനുണ്ട് ബി.ജെ.പിക്ക് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. സുൽത്താൻപൂരിലെ MP MLA പ്രത്യേക കോടതിയിലാണ് രാഹുൽ ഹാജരാവുക. രാഹുലിനെതിരെ ബി.ജെ.പി പ്രാദേശിക നേതാവ് വിജയ് മിശ്ര 2018 ഓഗസ്റ്റ് 4-നാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. കഴിഞ്ഞ ഡിസംബറിൽ രാഹുലിനെതിരെ കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരി 20-ന് അമേഠിയിൽ വെച്ച് ഭാരത് ജോഡോ ന്യായ് യാത്ര നിർത്തിവെച്ച ശേഷം രാഹുൽ സുൽത്താൻപൂർ കോടതിയിൽ കീഴടങ്ങി. 3/4 മണിക്കൂറോളം കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു രാഹുൽ. തുടർന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ നൽകിയ അപേക്ഷ അംഗീകരിച്ച് കോടതി രാഹുലിന് ജാമ്യം നൽകി. നാളെ മൊഴി രേഖപ്പെടുത്താനാണ് സ്പെഷ്യൽ മജിസ്ട്രേറ്റ് ശുഭം വർമ്മയാണ് രാഹുലിനെ വിളിച്ചു വരുത്തിയത്. രാവിലെ 9-ന് ലക്നൌ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽ തുടർന്ന് സുൽത്താൻപൂരിലേക്ക് പോകുമെന്ന് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഭിഷേക് സിംഗ് റാണ അറിയിച്ചു. നേരത്തെയും രാഹുൽ ഗാന്ധിയുടെ പല പ്രസംഗങ്ങളും ഇത്തരത്തിൽ കോടതി കയറിയിട്ടുണ്ട്. ജാതി അധിക്ഷേപം, വിദ്വേഷ പരാമർശം തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ച് ബി.ജെ.പിയാണ് രാഹുലിന്റെ പല പരാമർശങ്ങളും പരാതിയുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളത്.